ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് ലഞ്ച് റെസിപ്പി കണ്ടാലോ. അപ്പം ഒരു സാമൺ കറിയും പിന്നെ ബ്രോക്കലി ക്യാരറ്റ് തോരനും ആയിരുന്നു ഇന്നത്തെ ലഞ്ചിനുണ്ടാക്കിയത്. ക്യാരറ്റും ബ്രോക്കലിയും അനിയനും ഗാർലിക്കും പിന്നെ ഗ്രീൻ ചില്ലിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് പിന്നെ തേങ്ങാപ്പീരയ്ക്ക് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കോക്കനട്ട് ഓയിലും ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് തോരൻ റെഡിയാക്കി. അപ്പം അതേസമയം തന്നെ ഒരു പാനിൽ ഫിഷ് കറി ഉണ്ടാക്കി. സാമൺ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലൊരു ചേഞ്ച് ആടെ. എപ്പോഴും ഞാൻ റെഡ് കളർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുന്നത് റെഡ് കളർ ഫിഷ് കറിയാണ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇച്ചിരി തേങ്ങയും കൂടി അരച്ച് ചേർത്തു. അപ്പം പാകത്തിന് കുടംപുളിയൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് ചേർത്ത് ഫിഷ് പീസസും ഇട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വെച്ചു. അപ്പം തോരൻ, ബ്രോക്കലി ആൻഡ് ക്യാരറ്റ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചു. അപ്പോൾ വിചാരിച്ചെന്നാൽ ഒരു ഇച്ചിരി മോര് കറിയും കൂടെ ഉണ്ടാക്കിയാലോ. കാച്ചിയ മോര് അല്ലെങ്കിൽ മോര് കറി എന്നൊക്കെ പറയുന്ന മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊച്ചുള്ളിയും ജിഞ്ചർ ഗാർലിക്കൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കുറച്ച് ക്രഷ് ചെയ്തല്ല, ഞാൻ ചോപ്പ് ചെയ്ത ഈ പ്രാവശ്യം എടുത്തത്. സാധാരണ ക്രഷ് ചെയ്താൽ ഇടാറ്. അതൊക്കെ ചോപ്പ് ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് അതൊന്ന് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞപ്പം ഒരു ടിൻ ഓഫ് യോഗട്ട് എൻ്റെ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ച് ലൂസാക്കി അതും ചേർത്ത് മോര് കറി റെഡിയായി. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് കളറിലിരിക്കുന്നത്. പക്ഷേ യമ്മി ടേസ്റ്റാണ്. അപ്പം മോര് കറി, ബ്രോക്കലി ക്യാരറ്റ് തോരൻ, സാമൺ കറി ഒക്കെ കൂട്ടിയിട്ട് ലഞ്ച് യമ്മി ആയിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, അന്നൊരു ഓഫ് ഡേ ആയിരുന്നു, അപ്പം എന്നാൽ ഇച്ചിരി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. കാരണം മോന് ഏത്തയ്ക്കാപ്പം കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം കുറച്ച് പഴുത്ത ബനാന എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി. അപ്പോൾ ഈവനിങ് സ്നാക്കിനും ഏത്തയ്ക്കാപ്പവും ചായയൊക്കെ കൂട്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.